കുട്ടികളി കളിക്കാൻ നിക്കല്ലേ നീ? ഏയ് സീത, നീ ശരിക്കും സീത തന്നെയാണെങ്കിൽ റാമിന് ശരിക്കും ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കല്യാണം കഴിയുന്നതിന് മുന്നേ റാമിന് മുത്തം കൊടുത്തേ പറ്റൂ. എടേ നിനക്ക് എന്താ കുഴപ്പം? സീത, ഇത് പെൺകുട്ടികളുടെ ധൈര്യത്തിന്റെ പ്രശ്നോ? ഞാൻ അവന് ചലഞ്ച് ചെയ്യുന്നത് നീയും കണ്ടതല്ലേ? റാമിന് നീ ഒന്നല്ല രണ്ടല്ല 3 മുത്തം കൊടുത്തേക്കണം. നിനക്കതിന് കഴിയില്ലെന്ന് എന്നെ ചലഞ്ച് ചെയ്തതാ. നിന്റെ ലവ് എത്ര സ്ട്രോങ് ആണെന്നൊന്ന് കാണിക്ക്. നീ മിണ്ടാതിരിക്കേ. നിങ്ങൾ രണ്ടും നല്ല കുരങ്ങുകളാ. നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ചടങ്ങുകളുടെ സമയം, ഞാൻ പോവാ. ഏ സീത, ഇത് ഇടിക്കാനുള്ള ഒലക്കെന്ന് പറയും. ഇതിന് നമ്മൾ അമ്മിക്കല്ലെന്ന് പറയും. പണ്ടത്തെ കാലത്തൊന്നും മിക്സറും ഗ്രൈൻഡറും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പൊടി വേണമെങ്കിൽ ഒരലില് ഒലക്ക കൊണ്ട് ഇടിക്കും. അതുപോലെ അരച്ചു കിട്ടണമെങ്കിൽ വേണ്ടതൊക്കെ അമ്മിമേ വെച്ച് അരച്ചെടുക്കും. ഇതൊക്കെ വെച്ചെന്തിനാ പൂജ ചെയ്യുന്നേ? സിഹിമോളെ, നമ്മളെ ഭക്ഷണം കഴിക്കാനും പാചകം ചെയ്യാനും ഈ വസ്തുക്കളല്ലേ സഹായിക്കുന്നേ മോളെ. അതുകൊണ്ട് നമ്മൾ ഈ വസ്തുക്കളെയെല്ലാം ദൈവ സമാനമായിട്ട് കണ്ട് പൂജിക്കണം. അങ്ങനെയാണെങ്കിൽ മിക്സിക്കും കുക്കറിനൊക്കെ നമ്മൾ പൂജ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യാലോ മോളെ. നമുക്ക് ആഹാരം നൽകുന്ന എല്ലാ വസ്തുക്കളോടും അത് ചെയ്യുന്ന ഉപകാരത്തോടും നമ്മൾ ബഹുമാനം കാണിക്കണം. പൂജ ചെയ്യാമല്ലോ. 4 പേര് കൂടുന്നിടത്ത് സന്തോഷം വരാൻ വേറെ എന്തെങ്കിലും വേണം. എല്ലാ വസ്തുക്കൾക്കും പൂജ ചെയ്യുമ്പോഴേക്കും ഒരു ബഹളാവും. അങ്ങനെയാണെങ്കിൽ കളിക്കാൻ പോകുമ്പോ ഞാൻ ഇതൊക്കെ തന്നെ യൂസ് ചെയ്തോളാം. നിങ്ങൾ കളിക്കുമ്പോ പെൺകുട്ടികളാണോ പാചകം ചെയ്യുന്ന ബേബി? സുഖിയനി സുഖിയനി ശ്രീനിവാസനേ, സുഖിയനി സുഖിയനി പത്മാവസികേ, സുഖിയനി സുഖിയനി ശ്രീനിവാസനേ. ഓ ഭാർഗവി ചേച്ചി, വാ വാ. എന്റെ പെണ്ണിന്റെ വീട്ടുകാർ ചടങ്ങൊക്കെ നല്ലപോലെ നടത്തുന്നുണ്ടോ നോക്കാൻ വന്നതാണോ? അതിനൊന്നുമല്ല. കല്യാണ പെണ്ണിനുള്ള മെഹന്തി കല്യാണ പെണ്ണിന് കൊടുക്കേണ്ടത് ഞങ്ങളാണ്. അത് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. തന്നോളൂ തന്നോളൂ. സീതേ, ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞോ? ഇതെന്താ ഇത് ഇങ്ങനെ പുതിയ പൂജകളും ചടങ്ങുകളും ഒക്കെ നടത്തിക്കുന്നതെന്ന് ആലോചിക്കാണോ? അയ്യോ അല്ല മിമ്മ, നീ വിട്ടുവരുന്ന നിന്റെ തറവാട് സമ്പന്നമായിരിക്കാനും നീ കടന്നു വരുന്ന വീട് സദാ സുഭിക്ഷമായിരിക്കാനും വേണ്ടിയാ ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. ഒരു വീടിന് പെണ്ണല്ലേ അതിന്റെ ആത്മാവ്. സത്യാ നിങ്ങൾ പറഞ്ഞത്. ഒരു വീട്ടിലെ സുഖവും സമാധാനവും എല്ലാം പെണ്ണിന്റെ കയ്യിലാ ഉള്ളത്. എന്റെ സീത നിങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ പോവല്ലേ. നിങ്ങളുടെ വീട്ടിലെ സർവ്വ ഐശ്വര്യങ്ങളും നിറയട്ടെ. എപ്പോഴും സമാധാനം ഉണ്ടാവട്ടെ. ആദ്യമുള്ളത് സിദ്ധേശ്വര ദേശായി, രണ്ടാമത്തേത് രാമചന്ദ്ര ദേശായി, മൂന്നാമത്തേത് സൂര്യപ്രകാശ് ദേശായി, നാലാമത് ഇന്ദ്രജിത്ത് ദേശായി, അഞ്ചാമത്തേത് ചന്ദ്രശേഖർ ദേശായി. ഇവരെല്ലാം നമ്മുടെ കുടുംബത്തിലെ പൂർവികരാ. ഇതിവിടെ പൂജയ്ക്ക് വയ്ക്കാൻ കാരണം ഇവരുടെയൊക്കെ അച്ഛന്മാരുടെ ആദ്യത്തെ ആൺകുട്ടികളാ ഇവരല്ല. ഇതാ ഇതിന്റെ രീതി എന്ന് വെച്ചാ ഞാനാ എന്റെ അച്ഛന്റെ മൂത്ത മകൻ, നീ നിന്റെ അച്ഛന്റെ മൂത്ത മകൻ. അങ്ങനെ ഇന്ന് ഈ കല്യാണ ദിവസത്തിന് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ അവരുടെ ആശീർവാദം ലഭിക്കും. പിന്നെ അവരുടെ പൂർവ്വജന്മ പുണ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം സ്വന്തമാക്കാം. അതിനൊക്കെ വേണ്ടിയ ഈ പൂജ. ചെല്ലേ. ഓ അനിയ, മനസ്സിലായോ? ജീവിച്ചിരിക്കുന്ന നമ്മൾ രണ്ടുപേർക്കും ഒരു വിലയുണ്ടാവില്ല. ഈ വീട്ടിലെ അവസ്ഥ വെച്ച് മൂത്ത ആൺകുട്ടിക്ക് മാത്രമാ വിലയും നിലയ്ക്കുള്ളത്. അല്ല, ഇന്ന് എന്ത് പറ്റി?
സാറൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്നല്ലപ്പാ രാമന്റെ കല്യാണം നിശ്ചയിച്ച അന്ന് മുതൽ ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിയുന്നവരെ കഴിക്കില്ലെന്ന് ഡിസൈഡ് ചെയ്താ. ആണോ? സബാഷ്. അഥവാ നിനക്ക് മാച്ചിന്റെ ഇടയ്ക്ക് ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് എടുക്കാൻ തോന്നിയാലോ? വെരി ഗുഡ്, എക്സലന്റ്. യജ്ഞേന യജ്ഞമയജന്ത ദേവാഃ താനി ധർമാണി പ്രഥമാന്യാസന്ന തേഹനാകം മഹിമാ മനസചന്തെ യത്ര പൂർവേ സാധ്യാ സന്തി ദേവാഃ അവായ്ത ദേവതാഭ്യോ നമോ നമഃ ഏകാർത്തി നീരാജനം സമർപ്പയാമി. അവായ്ത ദേവതാഭ്യോ നമോ നമഃ സുപ്രീത സുപ്രസന്ന വരദാ ഭവന്തോ രക്ഷ രക്ഷാന്ധാരയാമി. നോക്ക്, ഇതുപോലെ നീയും ആദ്യത്തെ ആൺകുട്ടിയെ എന്റെ കയ്യിൽ വെച്ച് തരണം. മുത്തശ്ശ, എങ്ങോട്ടാ ഈ പറഞ്ഞു പോകുന്നത്? ഞാൻ കറക്റ്റ് റൂട്ടിലാടാ പോകുന്നേ. സുരേ, നിങ്ങളുടെ കയ്യിലൊരു കൊച്ചിനെ വച്ചിരുന്നതിന് മുമ്പ് ഇവൻ സീതയുടെ അടുത്തൊന്ന് എത്തിക്കോട്ടെ. സീത തൊട്ടപ്പുറത്തുണ്ടെങ്കിലും ഇവനെ കാണാൻ പറ്റാത്ത അവസ്ഥയാ. ഇവൻ കാരണം എനിക്ക് എന്റെ മാനം പോയി കിടക്കുക. അയ്യോ, നീ ആണല്ലേ, നിന്റെ മാനം എങ്ങനെയാടാ നിന്റെ മാനം പോയത്? സൂരി അടങ്ങിരി, ഇവന് സീതനെ കാണണം എന്നാ ഞാൻ പറയുന്നത് മനസ്സിലാക്കും. അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശ. ചടങ്ങെന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ വേണ്ടേ ഹാൻഡിൽ ചെയ്യാൻ? അത് മാത്രമല്ല, ഞാനും സീത ഇക്കാര്യത്തിൽ വളരെ ഒബീഡിയന്റ് സ്റ്റുഡൻസാ. ഞങ്ങൾ കാണുകയില്ല. ഇതൊക്കെ ഞാനിപ്പോ വിശ്വസിക്കണോ? വിശ്വസിക്കാതിരിക്കാൻ എന്താ? എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ പറയും സൂരി, അവൻ പറയും. പക്ഷെ ഞാൻ അവനെ വിടില്ല. ഇതെന്റെ മാനത്തിന്റെ പ്രശ്ന. നിങ്ങൾ കണ്ടോ, കല്യാണം നടക്കുന്നതിന് മുമ്പേ ഇവര് രണ്ടുപേരും തമ്മിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാരും എന്റെ പേര് അതല്ല. അതിനിപ്പോ എന്താണ് തെറ്റ്? ചെറുക്കനും പെണ്ണും മണ്ഡപത്തിൽ എത്തുന്നതിന് മുന്നേ ആരും അറിയാതെ നോക്കുന്നതൊക്കെയല്ലേ എന്റെ ഒരു രസം. അതല്ല അതിന്റെ ഒരു രസം. ദേഷ്യം പിടിക്കുന്ന കേട്ടോ. ഏതായാലും പൂജ കഴിഞ്ഞല്ലോ, ആശീർവാദമൊക്കെ ലഭിച്ചു. ഇന്ന് സന്ധ്യയ്ക്കകം നീ സീത എങ്ങനെയാണ്? ഇന്ന് തന്നെ തമ്മിൽ കാണുമല്ലോ. ബല്ല ബല്ലേ, ഞാൻ നിന്നെ വന്ന് കാണുമല്ലോ. ബല്ല ബല്ല. സീത, ആ സാരി തന്നെ ഉടുത്താ പോരായിരുന്നു. ആരൊക്കെയോ വരുന്നുണ്ടത്രേ. അതെ സീതെ, ആങ്കറിങ് ചെയ്യാനേ അനുശ്രീ വരുന്നുണ്ടെന്ന് ആരോ പറയുന്ന കേട്ടു. ആ സാരി ഗ്രാൻഡ് ആയിരുന്നു, അത് പോരായിരുന്നോ? ആ സാരിയില്ലേ, അത് വളരെ കോസ്റ്റ്ലി അല്ലേ. അപ്പൊ മെഹന്തി ഇട്ട അതിലൊക്കെ ആവോന്ന് പറഞ്ഞ് ഞാനാ മാറ്റാൻ പറഞ്ഞത്. അത് ഇതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് കൊടുക്കാലോ. ഓ ആണോ? ശരി ശരി ശരി. സോറി മോളെ, അല്ല ഇത്രയൊക്കെ ഗ്രാൻഡ് ആയിട്ട് അറേഞ്ച്മെന്റ്സ് നടത്തിയതല്ലേ, നിന്നെ അതിനൊത്ത് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞത്. കുഴപ്പമില്ല ആന്റി, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് കഴിഞ്ഞ് ആ സാരി എടുക്കാം. എന്റെ സീത ഏത് സാരി ഉടുത്താലും നല്ല ഭംഗിയാ കാണാൻ. വീട് നോക്കി ചെയ്യും മോളെ. ഹേയ്, ഹായ് രശ്മി. ഹായ്. ചുവന്നു കഴിഞ്ഞാ കാണാൻ ഇതിലും ഭംഗിയുണ്ടാവും. സിഹിമോളെ, നീ നിന്റെ കയ്യിലതിട്ടോ, സൂപ്പർ ആയിരിക്കും. സീതമ്മയുടെ കയ്യിലിടുന്നത് മുഴുവൻ എനിക്ക് കാണണം, എന്നിട്ട് ഞാൻ ഇട്ടോളാം. വെറുതെ മെഹന്തി ഡിസൈൻ മാത്രം പോരെ സീത. അതില് നിന്റെ ചെറുക്കന്റെ പേരും എഴുതണം. എന്നിട്ട് അവന്റെ പേര് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതൊക്കെ എന്ത് ചടങ്ങാ? പുതിയ ജനറേഷന്റെ ചടങ്ങാ മുത്തശ്ശി. ഓ, വെറും പേര് മാത്രം എഴുതിയാൽ മതിയെന്നുണ്ടോ അതോ അഡ്രസ്സും എഴുതണം? മേഡം, ചെറുക്കന്റെ പേരെന്താ എഴുതേണ്ടത്? നിങ്ങൾ എന്താ വിളിക്കാറുള്ളത്? അതിനിപ്പോ എന്താ, അത് സീത പറയുമല്ലോ. ആരും പറയല്ലേ. അതിനിപ്പോ എന്താ, ഞാൻ പറഞ്ഞോളാം. ഹലോ ഹലോ, ചെറുക്കന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാ പോരാ. ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ക്ലൂ കൊടുത്ത് വേണം പറയാൻ. എന്നിട്ട് അവര് വേണം ഗസ് ചെയ്ത് ചെറുക്കന്റെ പേര് പറയാൻ. അതെ സീത, ചെറുക്കന്റെ പേര് നേരിട്ട് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കൊടുത്തോണ്ട് വേണം പറയാൻ. പറ സീത. ഒന്ന് വേഗം പറ സീതമ്മ. ഇത് വളരെ ഈസിയാ, ഞാൻ പറഞ്ഞു കാണിക്കാം. ഏകപത്നി വ്രതസ്ഥൻ, മര്യാദ പുരുഷോത്തമൻ, ശ്രീരാമചന്ദ്ര. കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ ചേച്ചി. പക്ഷെ ചന്ദ്രനില്ല, ശ്രീരാം മാത്രമേ ഉള്ളൂ. ബേബി, ചന്ദ്രൻ ഉണ്ടല്ലോ. ദേ കണ്ടില്ലേ നിന്റെ അമ്മയുടെ മുഖത്തെ ചന്ദ്രൻ? ചെറുക്കന്റെ പേര് കേട്ടപ്പോഴേ മുഖം അങ്ങ് തെളിഞ്ഞു വന്നു. എന്താ മാഡം, അവിടെ ഉണ്ടോ? നേരത്തെ എന്തോ വലിയ ചലഞ്ചൊക്കെ വെച്ചല്ലോ.
നിങ്ങളെ പെണ്ണ് ആനയാ, നിങ്ങളുടെ പെണ്ണ് കുതിരയാ എന്നൊക്കെ. വർത്തമാനം മാത്രമേ ഉള്ളൂ, എനിക്ക് മനസ്സിലായി. മതി മതി, ആക്കിയത് മതി. നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ശരിക്കും അറിയില്ല. ഞങ്ങളൊരു തരം ഈ സൈലന്റ് കില്ലേഴ്സിനെ പോലെയാ. ഇനി ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ വോയിസാ. നിങ്ങളുടെ ചെറുക്കനെ കൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ സ്ട്രോങ് ആണെന്ന് പ്രൂവ് ചെയ്തല്ലോ. ഹലോ ഹലോ ഹലോ, നമ്മുടെ പവർ എന്താണെന്ന് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. എന്തിനാ പോട്ടെ പാവം എന്ന് കരുതി വിട്ടതാ. പക്ഷെ ഇപ്പോ അടങ്ങുന്ന പ്രശ്നമേ ഇല്ല. എന്ത് ചെയ്യുന്ന പറഞ്ഞല്ലോ, ചെയ്ത് കാണിക്കാം. അപ്പൂ, സീതയ്ക്ക് വെള്ളിക്കൊലുസ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് വീട്ടില്. ഏതാ നല്ലതെന്ന് നോക്കി നീ തന്നെ സെലക്ട് ചെയ്തു. സീത എന്നോട് എന്താണെങ്കിലും അത് സിമ്പിൾ ആയിരിക്കണമെന്ന് എപ്പോഴും പറയാറ്. സോ ഇതൊക്കെയാണ് മേമ. അത് സിമ്പിളാ, ഭംഗിയുണ്ട്. സീതയ്ക്കും അത് ഇഷ്ടവും. ആണോ മേമ? എന്നാ ഞാനത് ഇപ്പൊ തന്നെ കൊടുത്തിട്ട് വരാവേ. Why? What happened? എന്ത് വാട്ട് ഹാപ്പൻ? നീ എവിടേക്കും പോവേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞങ്ങള് കൊടുത്തിട്ട് വന്നോളാം. ഇപ്പൊ എന്താ, ഒറ്റയ്ക്കൊന്ന് പോയി സീതയെ കാണണം, അത്രയല്ലേ ഉള്ളൂ റാം. ചേച്ചേ മേമ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കുന്നില്ലേ? ഇവൻ എന്നോട് പറഞ്ഞതാ, നീ പോടാ, നീ പോയി കല്യാണ പെണ്ണിനെ കണ്ടിട്ട് വാ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും പോയി സംസാരിച്ചിട്ട് വാന്നൊക്കെ. ഞാൻ പോയില്ല. ഐ എം ഫോളോയിങ് യുവർ ഇൻസ്ട്രക്ഷൻസ്. അല്ലേ സുഖ? അതെ അതെ അതെ. കൊലുസ് നന്നായിട്ടുണ്ട്. എടാ, സീതയെ കാണാനുള്ള ഏറ്റവും നല്ല അവസരമായി ഇത്. നീ പോയി കൊടുത്തിട്ട് വാടാ. നോ. അശോക്, നീ ഒന്ന് അടങ്ങി നിന്ന എവിടെ? ഈ റാമിന് ചേച്ചി ഒരു കാര്യം പറഞ്ഞ അത് ലക്ഷ്മണ രേഖ പോലെയാ. അവൻ എങ്ങും പോവില്ല, ഇവിടെ തന്നെ നിൽക്കും. അത് മേമ, ആചാരങ്ങൾക്ക് ഒരു കേടും പറ്റാൻ പാടില്ലല്ലോ. അഥവാ ഞാൻ അങ്ങോട്ട് പോയിന്ന് തന്നെ വെച്ചോ, അവിടെ നിന്ന് നല്ല ചീത്ത പറയാവള്. അവൾക്കും അതൊന്നും ഇഷ്ടമല്ല. എന്റെ കൊച്ചുമോന്റെ ചെവി പിടിക്കാൻ ഒരു മരുമോള് വരുന്നുണ്ട്. അവളാണ് ശരി ഭാർഗവി. നിന്റെ വാക്കിനി എന്റെ കുട്ടി കേക്കില്ല. അവളുടെ വാക്കാണ് വേദവാക്യം. നമ്മുടെ രാമന് സീതയെ ഇപ്പോഴേ പേടിയാണല്ലേ? അല്ലട രാമ, ഇപ്പൊ നീ താല് പോലും കെട്ടിട്ടില്ല. അതിനു മുമ്പ് ബോൾഡ് ആയാലും എങ്ങനെയാ? ഹേയ്, ബോൾഡ് അല്ല ചെറിയച്ച, ബോൾഡ് അല്ല, ക്ലീൻ ബോൾഡാ. സൂരി, സീതയൊന്നവനെ കണ്ണുരുട്ടി നോക്കിയാലുണ്ടല്ലോ എവൻ ഗപ് ചുപ്. ഓ, അപ്പോ സിമ്പിൾ സീത മേഡം ഭർത്താവിനെ ഭരിക്കുന്ന കാര്യത്തിൽ എന്റെ ഭാര്യയുടെ മോളിലാണല്ലേ? ആ ഒന്ന് അടങ്ങിയിരിക്കണ്ട ബ്രദറെ. സീത നല്ല കുട്ടിയാ. ഈ വീട്ടിൽ അവളെ പോലെ ഒരാൾ വേണം. അവളെ പോലെ ഒരാളെ തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. വരുന്നുണ്ടല്ലോ കുടുംബത്തിലെ യഥാർത്ഥ മരുമകൾ. എന്താണ് കവടൊക്കെ ചുമന്നിട്ട്? നിങ്ങൾ എല്ലാവരും ചേർന്ന് തന്നെ ഇങ്ങനെ കളിയാക്കിയാ ഞാൻ ഇപ്പൊ തന്നെ സീതയ്ക്ക് കുറിച്ച് കൊടുക്കാൻ പോകും കേട്ടോ. ഏയ്, കിട്ടാനല്ലേ? ഹേ, വെറുതെ വായ്ത്താൾ അടിച്ചാ പോരാ മോനെ. പോയി കൊടുത്തിട്ട് വരണം. പോയി കൊടുത്തിട്ട് വാ, പോടാ. എന്താ ഇത്രയുള്ളൂ നീ? ആ എന്താ? ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. കല്യാണത്തിന് മുമ്പ് നീ അവളെ പോയി ഒന്ന് കണ്ടിട്ട് എന്റെ മാനം കാക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. നോ 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 വേ. പോ. ആ ഇതാ മോട്ടെ. അഞ്ജലി, നീ നന്നായിട്ട് മെഹന്തി ഇടുവല്ലേ? സീതയെ സാരി ഉടുപ്പിച്ചിട്ട് എനിക്ക് വിട്ടു തരണേ. ശരി ചേച്ചി. സീതമ്മ SR എന്നാണല്ലോ എഴുതിയത്. അപ്പൊ ശ്രീറാം ദേശായി. അങ്ങനെയല്ല മോളെ. S for സിഹി, R for റാം. അപ്പൊ ഞങ്ങൾ മാത്രമല്ലോ. നീ എവിടെ പോയി? നീ ഉണ്ടല്ലോ. നീ ഉണ്ടെങ്കിൽ ഞാനുള്ള പോലെയാ. സീതമ്മ, സിഹി കഴിഞ്ഞിട്ട് താ എന്നെഴുത്. അപ്പൊ സിഹിദ റാം
റാം എന്നാവും. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ നിനക്ക്. അത് കൊള്ളാലോ. സീതാറാം. കറക്റ്റ്. പെട്ടെന്ന് തന്നെ എഴുതാനും പറ്റും. ക്രിയേറ്റീവ് ബേബി. അവള് ഭയങ്കര ക്രിയേറ്റീവാ. ഒന്ന് വിട്ടാലേ അപ്പാർട്ട്മെന്റിലുള്ളവരുടെ പേര് മേല് മുഴുവൻ എഴുതി വെക്കും. ഒന്ന് വേഗം മെഹന്തി ഇടാൻ നോക്ക്. ഇനി വേറെ ചടങ്ങൊക്കെ ഉണ്ട്. ലക്ഷ്മി, നീ നന്നായിട്ട് മെഹന്തി ഇടുന്നുണ്ടല്ലോ. സാരിയിൽ ഒന്നും ആയിട്ടില്ല. ആ സാരി തന്നെ ഉടുത്താ മതിയായിരുന്നു സീതേ. കുഴപ്പമില്ല, പോട്ടെ. ഞാൻ നിനക്ക് സാരി ഉടുപ്പിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാലേ ഇവരെല്ലാരും എന്റെ പുറകെ വന്ന് എനിക്കൂടെ ഉടുപ്പിച്ചതാന്ന് പറയും. എന്താടി, ഞാൻ നിന്റെ നാത്തൂനാ. നീ കല്യാണം കഴിക്കാൻ പോവാ. മരുന്ന് കഴിച്ചാൽ രോഗം മാറും, കല്യാണം കഴിച്ചാൽ നാണം മാറും എന്നാ പറയുന്നത്. കേട്ടിട്ടില്ലേ? വാ, ഞാൻ സാരി ഉടുപ്പിച്ചു തരാം. വാ, ശ്രദ്ധിച്ച്. മുത്തശ്ശി വന്ന് നിങ്ങൾ മെഹന്തി ഇട്. വരൂ വരൂ. മുത്തശ്ശി, നിങ്ങള് മുത്തശ്ശന്റെ പേരെഴുതിച്ചോ? മുത്തശ്ശി അവരുടെ ഭർത്താവിന്റെ പേരൊന്നും പറയില്ല. മുത്തശ്ശിക്ക് പകരം ഞാൻ പറഞ്ഞുതരാം. മൂർത്തി മുത്തശ്ശൻ എഴുതിക്കോ. നമ്മുടെ മുത്തശ്ശൻ. അയ്യോ, ഞാൻ മുത്തശ്ശൻ എന്ന് പറഞ്ഞല്ലോ. എന്റെ ഭർത്താവ് അയാൾ നിന്റെ മുത്തശ്ശനാ മോളെ. അഞ്ചു ചേച്ചി, നിങ്ങള് മെഹന്തി ഒന്നും ഇടുന്നില്ലേ? ഞാൻ ഇട്ടോളാം സിഹി. അപ്പൊ നിങ്ങള് ആരുടെ പേരാ അതിലെഴുതുക? സിഹിമോളെ, അഞ്ജു പ്രിയയുടെ പേര് എഴുതാൻ പോകുന്നേ. പ്രിയയുടെ പേരോ? അതെ, അവൾക്ക് അവളുടെ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ട് പ്രിയയുടെ പേര് എഴുതാൻ പോകുന്നേ. പക്ഷേ നീ എപ്പോഴാ മെഹന്തി ഇടാൻ പോകുന്നേ? ആങ്കറിങ്ങിന് അനുശ്രീ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ആങ്കർ അനുശ്വതി ചേച്ചി വരുന്നുണ്ടെന്നോ? ആ അതെ. അനുശ്വതി ചേച്ചി വരുന്നുണ്ടെന്ന്. എടുത്തേ, ഞാൻ ആദ്യം സാരി ഉടുക്കണമായിരുന്നു. ഇപ്പൊ 2 കയ്യില് മെഹന്തി അല്ലേ. ഈ സാരി എങ്ങനെ ഉടുക്കും ഞാൻ? അത് ഒന്നും ആവില്ല. അടങ്ങിയിരിക്കെ. കാലിലെ മെഹന്തിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് കഴുകിക്കളയാലോ. ഈ സാരി ഇത് ഞാൻ ഉടുപ്പിച്ചു തരാന്നേ. നിന്നെ വേഗം ഈ സാരി ഉടുപ്പിച്ച് എനിക്കും പോയി കുറച്ച് മെഹന്തി ഇടണം. അനുശ്രീയൊക്കെ വരുന്നുണ്ട്. അവളെ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ. അവിടെ കൂടെ ഒരു സെൽഫി എടുക്കണം. അവൾ എന്ത് രസമായിട്ട് സംസാരിക്കുന്നു. കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷമാ. അയ്യോ, ഇത് ശരിയായില്ലല്ലോ. ഓ, അനുശ്രീ വന്നും തോന്നുന്നു. ഒരു മിനിറ്റ് നിക്ക്, ഇപ്പൊ വരാവേ. ഒരു മിനിറ്റ് നിക്ക്, ഞാൻ വരാം. ശരിയാക്കിട്ട് പോ. എടുത്തി അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒന്ന് പറഞ്ഞയക്കെടുത്തി. ഓ, അനുശ്രീ വരുന്നുണ്ട്. അവളുടെ കൂടെ ഒരു സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാ സുലോചനെ, നീ ഇവരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തല്ലേ എന്ന് ചോദിക്കും എല്ലാരും. എല്ലാരും കൂടെ വട്ടം ചേർന്നതിനെ കളിയാക്കുക. അല്ല, സീതയുടെ പേരും പറഞ്ഞ് കളിയാക്കുന്നത് ഒരു രസം തന്നെയാണ്. എന്നാലും എല്ലാവരുടെ മുമ്പിൽ വെച്ച് അതൊക്കെ എന്തോ ഒരു ഇനിയിപ്പൊ എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ സാരി ഉടുക്കാനും കഴിയുന്നില്ല. എന്റെ ഫോണ്, എന്ത് കാര്യം? ഫോണ് യൂസ് ചെയ്യാൻ കഴിയില്ല. അയ്യോ, എന്ന് വെച്ചാ എടുത്ത് തിരിച്ചു വരുന്നവരെ ഞാൻ ഇങ്ങനെ തന്നെ നിക്കണോന്നോ? എടുത്തി സീതയല്ലേ ഇത്? സീത, ഓൾ ഓക്കെ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? റാം, സീത, എന്തെങ്കിലും സംസാരിക്കാ? ഒന്നും കേൾക്കുന്നില്ല. സീത, ഞാൻ അങ്ങോട്ട് വരട്ടെ? സീത, എന്തെങ്കിലും ഒന്ന് പറ സീത. ഓൾ ഓക്കെ അല്ലേ സീത? ഓ നോ 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 നോ, ഐ ആം സോറി. റാം, പ്ലീസ് അവിടെ തന്നെ നിക്ക്. റാം, എടുത്തി പെട്ടെന്ന് പ്രിയോടൊന്ന് വരാൻ പറയൂ പ്ലീസ്. ഓക്കെ ഓക്കെ, യാ. നോ വേ.
ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നതെന്ന് അവരറിഞ്ഞാ എന്റെ കഥ കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഈ സാരി ഞാൻ എങ്ങനെ ഉടുക്കുക? ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും പറയേ. യാ ദാറ്റ് ഐ ക്യാൻ ഡു. അയ്യോ ഫോണും എടുത്തില്ലല്ലോ. റാം, രണ്ട് കയ്യിലും മെഹന്തിയാ. സാരി ഉടുത്ത സാരി മുഴുവനാവും. എടുത്ത് സാരി ഉടുപ്പിക്കുന്നതിനിടെ അനുശ്രീ വന്നെന്ന് പറഞ്ഞ് അനുശ്രീ കാണാൻ പോയി. എനിക്ക് സാരി ഉടുക്കാൻ കഴിയുന്നുമില്ല. ഓ വലിയ പ്രശ്നമായല്ലോ. അല്ല ഒരുപക്ഷെ എനിക്ക് സാരിയുടെ സെറ്റിംഗ്സ് ഒക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ ഉടുപ്പിച്ചു തന്നെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ സ്വല്പം വീക്കാ. റാം, റാം, എനിക്ക് സാരി ഉടുപ്പിച്ചു തരുമോ? ഞാനോ? സോറി, എന്നെ കൊണ്ട് പറ്റില്ല. ഈ സാരിയുടെ കാര്യത്തിൽ എനിക്ക് ABCD പോലും അറിയില്ല. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടല്ലേ റാം. ഞാൻ പറഞ്ഞു തരാം, നീ അതേപോലെ ഉടുത്തു തന്നാ മതി. ഓൾറെഡി ചേച്ചി പകുതി ഉടുത്തു തന്നിട്ടുണ്ട്. നീ ഇതൊന്ന് മടക്കി തന്ന് പിൻ ചെയ്താൽ മതി. പോയി വിളിക്കാൻ പറഞ്ഞ അത് പറ്റില്ല എന്ന് പറയുന്നു, ഒന്ന് ഉടുത്തു തരാൻ പറഞ്ഞ അതും പറ്റില്ല എന്ന് പറയുന്നു. ഇപ്പൊ ഈ സാരി ശരിയാക്കി തരാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോന്നോ? ഇവനാദ്യം സീതയുടെ അടുത്തൊന്ന് എത്തട്ടെ. സീത തൊട്ടപ്പുറത്ത് ഉണ്ടായിട്ടും ഇവന് കാണാൻ പറ്റാത്ത അവസ്ഥയാ. ഏയ് നീ എന്താ ഇങ്ങനെ? നിനക്ക് തോന്നുമ്പോ പറ്റുമോ എന്ന് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ആ അശോകനും എന്നോട് ഇങ്ങനെയാ സംസാരിക്കുന്നത്. സീതയെ നിനക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോന്ന്. തലവേദനയാന്നേ. ഇപ്പഴെന്താ സാരി ഉടുപ്പിച്ചു തരണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഉടുപ്പിച്ചു തരാം, വാ. ഈ സാരി ഉടുപ്പിക്കുന്നൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നീ ഇൻസ്ട്രക്ഷൻസ് തന്നോണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഫോളോ ചെയ്ത് ഇങ്ങനെ സാരി ഉടുപ്പിച്ചോണ്ടേ ഇരിക്കാം കേട്ടോ. ഓക്കെ, സോ നൗ ടെൽ മീ വാട്ട് ടു ഡു. ഓക്കെ, സോറി. അങ്ങനെ മുന്നോട്ട് വാ. ശ്രദ്ധിച്ച്, സോഫയുണ്ടേ ലെഫ്റ്റിലേക്ക്, കുറച്ച് റൈറ്റ്, ഇവിടെ. ഇനി ഞൊറി ഉണ്ടാക്കണം. ഞൊറി ഉണ്ടാക്കിയിട്ട് പിൻ ചെയ്ത് വെച്ചാ മതി. എന്ന് വെച്ചാ സാരി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ജോയിൻ ചെയ്യണം, ഫോൾഡ് ചെയ്ത് അങ്ങനെ ഒരു 10 ഫോൾഡ്സ് വേണ്ടി വരും. ഇവിടെയാ സാരി. ഇവിടെ മെഹന്തി. സോറി